എൻ്റെ പേര് സിമി ജ്യോതിഷ്. ഞാനിപ്പോൾ ജയിച്ചത് അമ്പലത്തറ വാർഡിൽ നിന്നാണ്. കഴിഞ്ഞ 2 ടേണും മണക്കാടും ചാലയിലും കൗൺസിലറായിരുന്നു. ഇപ്പം നിലവിൽ അവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് അമ്പലത്തറ. അപ്പം ഈ നിമിഷം താങ്കൾക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പം അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, സിറ്റിംഗ് സീറ്റ് അവരുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതാണ്. സന്തോഷമുണ്ട്. അതിനായിട്ടാണ് പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ഒരു പുതിയ വാർഡാണ്. പക്ഷേ എല്ലാവരും ചേർന്ന് ഒറ്റ മനസ്സോടെ സ്വീകരിച്ചു. അതിൻ്റെ ഫലമാണ് എനിക്കുണ്ടായിട്ടുള്ള വിജയം. താങ്കൾ എന്തൊക്കെ വികസനങ്ങളാണ് ഇനി കൊണ്ടുവരാൻ അവിടെ വാർഡിലേക്ക് ഉദ്ദേശിക്കുന്നത്? വാർഡിനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. വെള്ളക്കെട്ടാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത് തെരുവ് നായ, മാലിന്യം, ഇതെല്ലാം വിഷയം തന്നെയാണ്. 20 വർഷമായിട്ട് ഒരേ സംഘടന ഭരിച്ചിട്ടും ചില കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആദ്യമായിട്ട് പരിഗണന കൊടുക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമാക്കുകയും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം. തോട് മാറും കിലോമീറ്ററുകളോളം ഒഴുകുന്ന ഒരു വാർഡാണ്. അത് കൃത്യമായിട്ടുള്ള ക്ലീൻ ചെയ്ത് സുഗമമായ വെള്ളത്തിൻ്റെ സുഗമമായ ഒഴുക്ക് നേരെയാക്കുക എന്നുള്ളത് ഞാൻ അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ്. പല വീടുകളും വെള്ളത്തിലാണ്. തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചടക്കിയത്. അപ്പോൾ ഇരട്ടി മധുരമാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഭഗവാന്റെ കൃപ എന്ന് പറയാം. അത്രയും സന്തോഷമുണ്ട്. എല്ലാം ഒത്തുവരുന്നു. നഗരം വികസനത്തിലേക്ക് പോവുകയാണ്. വികസനമാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാമ്പയിൻ ഈ നമ്മുടെ ഈ വിജയത്തിലേക്കൊരു പടിയായിട്ട് എത്തിയിട്ടില്ലേ? വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ക്യാമ്പയിനിങ് തന്നെയായിരുന്നു. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് രാഷ്ട്രീയ വിരോധമൊന്നുമല്ല. നമ്മൾ വികസനം, നമുക്ക് വേണ്ടത് വികസനമാണ്. എല്ലാ മേഖലയിലുമുള്ള വികസനമാണ്. തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതിയിലെത്തുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നേരിട്ട് വരുമെന്ന് നമുക്ക് വാഗ്ദാനം തന്നതും അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നഗരത്തിലൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് 5 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കെല്ലാം നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും. എന്തായാലും ഈ അവസരത്തിൽ വിജയാശംസകൾ നേരുന്നു.